ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫേസ് പാക്ക് ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഡെലിവറിക്ക് ശേഷം എൻ്റെ മുഖമൊക്കെ ഒരുപാട് ഇങ്ങനെ കരിവാളിച്ചായിരുന്നു. പിന്നെ ആഴ്ചയിൽ ഇങ്ങനെ 2 ദിവസം ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടാണ് ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഡെലിവറിക്കൊക്കെ ശേഷം പിന്നെ നമ്മൾ ആകെ ഡള്ളാവൂലേ. അപ്പോൾ ആ ഒരു ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നത്. അപ്പോൾ ഇതിന് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ആകെ നമ്മുടെ വീട്ടിലുള്ള ഒരു 3 സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെറിയൊരു ഫേസ് പാക്ക് ഉണ്ടാക്കണം വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ നിറം മാറ്റാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മുടെ ആ ഫേസിലേക്ക് ആ കരിവാളിപ്പും ഇതൊക്കെ ഒന്ന് മാറും. അതേപോലെ ഫേസ് ഒന്ന് നന്നായി ബ്രൈറ്റായി തോന്നിപ്പിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒത്തിരി ഈ വെയിലൊക്കെ അടിച്ചിട്ട് കയറി വീട്ടിലേക്ക് വരുന്നവരാണെങ്കിൽ പെട്ടെന്നൊരു ഫേസ് പാക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും പിന്നെ നല്ല ഫണ്ണി ആയിട്ടുള്ള ഷോർട്സൊക്കെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഫേസ് ഒന്ന് നന്നായി കഴുകിയിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ആ പൊടിയും വേർപ്പും എല്ലാം കൂടി ആയിട്ട് അത് തേക്കുമ്പോൾ അത്ര എഫക്റ്റീവ് ആവില്ല. അത് നമ്മുടെ ഗുണത്തേക്കാൾ ദോഷമേ ചെയ്യത്തുള്ളൂ. എന്തായാലും ഞാൻ ഫേസ് ഒന്ന് കഴുകാം കേട്ടോ. അപ്പോൾ അതേ ഫേസൊക്കെ ഞാൻ നന്നായി കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഫേസ് വാഷ് ആട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോപ്പ് ഉപയോഗിച്ച് ഫേസ് കഴുകുമ്പോഴത്തേക്ക് പതിയെ മുഖം നല്ല ഡ്രൈ ആവും കേട്ടോ. ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം ഞാനൊരു അനുഭവസ്ഥയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മളിതേ ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഗൂഗിളിൽ നിന്നോ ക്രോമിൽ നിന്നോ അങ്ങനെ ഒന്നും തപ്പിപ്പിടിച്ചതല്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട് പരീക്ഷിച്ചൊരു സാധനം കേട്ടോ. അപ്പോൾ അതേ നമുക്കിനി പാക്ക് റെഡിയാക്കാം. അധികമൊന്നും വേണ്ട, ആകെ 3 സാധനങ്ങളെ വേണ്ടുള്ളൂ. ദേ നല്ല കാപ്പിപ്പൊടി വേണം, ഒരു ചെറിയൊരു തക്കാളി വേണം, പിന്നെ വേണ്ടത് ഇതേ മെയിൻ ഐറ്റം ആയിട്ടുള്ള കോക്കനട്ട് ഓയിലും. അത് പാരച്യൂട്ടിൻ്റെ കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കോക്കനട്ട് ഓയിൽ എടുക്കാം. നമുക്ക് ആ തക്കാളി അങ്ങനെയായിട്ട് വേണ്ട കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം ഉണ്ടല്ലോ അതാ വേണ്ടത്. അപ്പോൾ ഞാനതൊരു സ്പൂൺ വെച്ച് കുത്തി അതിൻ്റെ ആ വെള്ളം ഇങ്ങോട്ട് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ടീംസ് ചെയ്യുന്നത് ഇത് അങ്ങനെ മിക്സിക്ക് എടുത്തിട്ട് അടിക്കും കേട്ടോ, എന്നിട്ട് തക്കാളി പ്യൂരി ആക്കിയിട്ട് എടുക്കാറ്. അപ്പം ഞാനങ്ങനെ ചെയ്യാറില്ല. ഒത്തിരി വലിയ തക്കാളി ഒന്നും വേണ്ട കേട്ടോ, ഒരു ചെറിയ തക്കാളി മതി. പിന്നെ എന്തായാലും അത് വേസ്റ്റ് ആക്കാണ്ട് വെച്ചിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. തക്കാളി എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല കഴിക്കുന്നത്, പക്ഷെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ച് കഴിക്കുന്നതാണ്. പിന്നെ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല തരിതരിപ്പുള്ള കാപ്പിപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്കത് നമ്മുടെ ഫേസിലിട്ട് നന്നായി സ്ക്രബ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല തരിതരിയായിട്ടുള്ള കാപ്പിപ്പൊടിനെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതേ നമ്മൾക്കിത് രണ്ടും കൂടി നന്നായി മിക്സ് ആക്കാം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ആകെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം എണ്ണയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണേ. അല്ലെങ്കിലും നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് ആകെ 2-3 തുള്ളിയേ വേണ്ടുള്ളൂ കേട്ടോ. കൊച്ചുങ്ങളൊക്കെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫേസ് പാക്ക് ഇട്ട് കഴിയണം, അതുപോലെ തന്നെ കഴുകി കളയുകയും വേണം കേട്ടോ, ഇല്ലെങ്കിൽ അവറ്റങ്ങൾ എന്നെ കണ്ട് പേടിക്കും ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ പാക്ക് റെഡി ആയെന്ന് അറിയാൻ വേണ്ടി ഞാൻ മുഖത്തൊരു കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. സംഭവം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ കോലം. ഇനിയിപ്പോൾ എന്താ, നേരെ എടുത്ത് അങ്ങോട്ട് തേച്ചോളുക. കണ്ണും പിരികൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും, അതായത് ഫേസിൽ ബാക്കി എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം ഒരു 10 മിനിറ്റ് എങ്കിലും മുഖത്ത് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എന്നാലാണ് അത് നന്നായിട്ടൊന്നും പിടിക്കത്തുള്ളൂ. പൊതുവേ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാട്ടോ ഞാൻ. അതായത് ഒരുപാട് നേരം കൈവച്ച് സ്ക്രബ് ചെയ്യാനൊന്നും വയ്യാന്ന് സാരം. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ കുറച്ച് അധികം നേരം നന്നായി സ്ക്രബ് ചെയ്യുന്നുണ്ട്. വീക്കിലി 3 ടൈംസ് ആട്ടോ ഞാൻ വീട് തുടയ്ക്കാറ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വീട് തുടയ്ക്കണം, അങ്ങനത്തെ ഒരുപാട് പണി ഇത്തിരി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഈ ഫേസ് പാക്ക് ഞാൻ വീക്കിലി 2 ടൈംസ് ആണ് ഇടുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് മൺഡേയും പിന്നെ സൺഡേയുമാണ്. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാതെ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഫേസൊക്കെ നന്നായി സ്ക്രബ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഫേസ് പാക്ക് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് വന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ന്യൂഡിൽസ് ആണ് ഉണ്ടാക്കിയത്. എന്താ ചെയ്യുക ഗൈസ്, ആ ഒരു കാപ്പിപ്പൊടി എല്ലാം എൻ്റെ വായിലോട്ട് കയറിപ്പോയി ഇതിൻ്റെ കൂടെ. പക്ഷേ വിശപ്പ് കാരണം മുഖത്തിട്ടൊന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ അതേ നമുക്കൊരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പിള്ളേരെ എഴുന്നേക്കും. അപ്പോൾ അവർ എഴുന്നേക്കണതിന് മുന്നേ നമുക്ക് മുഖമൊക്കെ ഒന്ന് കഴുകാം. ഞാൻ ഒരു ഭാഗം മെല്ലെ കൈവച്ച് തൂത്തപ്പോൾ കണ്ടോ, വിചാരിച്ച പോലെയല്ല, അവിടെ നല്ല ബ്രൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, ഫേസ് ഫുള്ളായിട്ട് കഴുകി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇത് കണ്ണാടി നോക്കുമ്പോൾ നല്ല പോലെ മാറ്റം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും അധികം ചിലവുകളൊന്നും ഇല്ലല്ലോ ഗൈസ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ കേട്ടോ. ഐ ആം വെയിറ്റിംഗ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട് വന്നിട്ട്. ആദ്യത്തെ ആ ഒരു ഇതിനെക്കാട്ടുള്ള ആ മുഖത്തെ ആ ഒരു ഡൾനെസ്സൊക്കെ മാറിയത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലത്തെ ഫേസ് പാക്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ കേട്ടോ. നമ്മുടെ അടുക്കളയിലൊക്കെ ഇരിക്കുന്ന 3 സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ
നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കല്ല ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാതെ വരിക്കും.